അസ്സലാമലൈക്കും. ഷഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഷഅബാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള ആയത്തിറങ്ങിയതാണ്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പനയോടെ ആയത്തിറങ്ങിയ മാസമാണ് ഷഅബാൻ മാസം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഖിബില മാറുക എന്നുള്ളത്. അപ്പോൾ ആദ്യം മുസ്ലിങ്ങളൊക്കെ നിസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു. പല ആളുകൾക്കും അത് അറിയാം, പല ആൾക്കാർക്കും അറിയാത്തവരുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കഅബ ഖിബിലയായിട്ട് നിർണയിച്ചു കൊടുത്തതും കഅബ ഖിബിലയായി മാറിയതും. അതും സംഭവിച്ചത് ഷഅബാൻ മാസത്തിലാണ്. ഷഅബാൻ മാസത്തിലാണ് പാരമ്പര്യ മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ കാലങ്ങളായിട്ട് ചെയ്യുന്ന ആചാരമാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. പല വഹാബി ആശയക്കാരൊക്കെ അതിനെ എതിർക്കാറുണ്ട്. അപ്പോൾ യാസീൻ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഹദീസിൽ വന്നതും ഒരുപാട് വാരിദായതും ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞതൊക്കെയാണ്. ലിമാ ഖുരിഅ ലഹു എന്നാണ് യാസീനെ കുറിച്ച് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് യാസീൻ ഓതുന്നത് ആ കാര്യം സാധിക്കുന്നതാണ്. അപ്പോൾ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ഒരു യാസീൻ ഓതാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹുസ്നുൽ ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് 3-ാമത്തെ യാസീൻ, 2-ാമത്തെ യാസീൻ റിസ്ഖ് വിശാലത ഉണ്ടാകാൻ, നമ്മളെ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സമ്പത്തുണ്ടായാലാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക്, ആഫിയത്തുള്ള ദീർഘായുസിന്, അതുപോലെ ലാസ്റ്റ് ഈമാൻ കൂടി സലാമത്തായി മരിക്കാൻ, ഈ 3 വിഷയത്തിനാണ് യാസീൻ ഓതാറുള്ളത്. അത് അസറിന് ശേഷം ഓതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, മഗ്‌രിബിന് ശേഷം ഓതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 2 സമയം നല്ലത് തന്നെയാണ്. എങ്കിലും കൂടുതൽ ആളുകൾ മഗ്‌രിബിന് ശേഷമാണ് ഓതാറുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ബറാത്ത് രാവ് UAE-യിലും നാട്ടിലൊക്കെ പ്രാവശ്യം വരുന്നത് ഫെബ്രുവരി 2 തിങ്കളാഴ്ചയാണ്. ബറാത്ത് നോമ്പ് വരുന്നത് ഫെബ്രുവരി 3 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.